ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയാട്ട്. എൻ്റെ പേര് സ്മയ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എൻ്റെ 10 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മണിക്ക് കഴിഞ്ഞിട്ട് വേഗം തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 12:30 കഴിഞ്ഞിട്ടുണ്ട് സമയം. ഞാൻ കുറച്ച് നേരത്തെ എനിക്ക് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുളിച്ചതാണ്. അപ്പോൾ പെണ്ണൊക്കെ പിടിച്ചിട്ടിരിക്കുന്നത് പഠിക്കാനൊന്നുമല്ല, നമുക്ക് ബുക്കൊക്കെ ചട്ടിടാനുണ്ടായിരുന്നു. 2 ആഴ്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബുക്ക് ചട്ടിടാനൊക്കെ തുടങ്ങി. ഉണ്ണികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു സ്കൂൾ തുറക്കണതിൻ്റെ അത് നമുക്ക് അങ്ങനെയാണ് ലാസ്റ്റ് മൂമെൻ്റ് എത്തുമ്പോൾ ഭയങ്കര ആകാംക്ഷ. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര ആകാംക്ഷയായിരുന്നു. ബുക്ക് എടുത്ത് വയ്ക്കൽ, ബാഗിൽ ബുക്ക് വയ്ക്കലൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം ആ ഒരു ആകാംക്ഷയേ ഇല്ല ഗൈസ്. വെക്കേഷൻ നമുക്ക് കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ വെക്കേഷൻ ആണെങ്കിലും സെറ്റ് വെക്കേഷൻ ഒന്നായില്ല. 10th ആവണേൻ്റെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. എന്താ അറിയില്ല, സമാധാനമായിട്ട് ഞാൻ ആകെ ചെയ്തത് വെക്കേഷന് കിടന്ന് ഉറങ്ങായിരുന്നു. പിന്നെ പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ റീ ഓപ്പണിങ്ങിൻ്റെ അന്ന് ഒക്കെ കൂടെ ആലോചിച്ചിട്ടൊരു സെറ്റ് വെക്കേഷൻ ആയില്ല ഗൈസ്. അതുകൊണ്ട് എനിക്ക് സ്കൂൾ ഓർക്കുന്നതുകൊണ്ട് അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊന്നും ചട്ടടായിരുന്നില്ല, എനിക്ക് ഭയങ്കര മടിയായി. അപ്പോൾ ഇപ്രാവശ്യം അമ്മയാണ് എല്ലാവരുടെ ബുക്കും ചട്ടിടുന്നത്. സമയമാവുന്നേ ഉള്ളൂ ചട്ടിടണേൻ്റെ ഒക്കെ. പക്ഷേ അമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 3 പേർക്കും കുറേ ബുക്ക് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 by 1 ആയിട്ട് ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സ്കൂളും മറ്റേ വെക്കേഷൻ സമയത്ത് തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബുക്കൊക്കെ ചട്ടിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാക്കി കുറച്ച് ബുക്കും കൂടെ ഉണ്ട്. എനിക്കധികം കുറച്ചേ ഉള്ളൂ ഇനി ചട്ടിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം. പിന്നെ പെണ്ണ് പിടിച്ച് നടക്കുന്ന ഞാൻ ലേബിളിൽ പേര് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലേബിളിൻ്റെ ആ സ്റ്റിക്കറിൽ എൻ്റെ പേര് എഴുതി വെച്ചിട്ട് പിന്നെ എടുത്ത് ഒട്ടിച്ചാൽ മതിയല്ലോ, പുതിമതിയാണ്. അപ്പോൾ നമ്മൾ ചട്ടിടാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇതൊരു 3-4 ദിവസമായി ആക്ച്വലി വീഡിയോ എടുത്ത് വെച്ചിട്ട്. എനിക്ക് ഡബ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴായിരുന്നു. അപ്പോൾ പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മഴയുടെ സൗണ്ട് ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ ഏത് റൂമിൽ പോയിരുന്നാലും മഴയുടെ സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ കിടന്നോട്ടെ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ എൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തു വെച്ചു. എന്നാലും തന്നെ നമ്മൾ സ്കൂൾ വെക്കേഷന് തുറന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ തന്നെ കുറച്ച് ബുക്കൊക്കെ ഞാൻ ചട്ടിട്ടിട്ടുണ്ടായിരുന്നു, ടെക്സ്റ്റ് ബുക്കൊക്കെ. അപ്പോൾ പ്രത്യേകിച്ച് എനിക്കില്ല, എന്നാലും നോട്ട്ബുക്കൊക്കെ കുറച്ചുണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ കുറച്ചെണ്ണം ചട്ടിടും ചെയ്തു. പിന്നെ ഞാൻ പോക്കിമോൻ്റെ ലേബിളാണ് ഗൈസ് എടുത്തത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു എന്താ പറയുക, ചെറിയ പിള്ളേർ ഒട്ടിക്കുന്ന പോലെയും തോന്നിയില്ല, എന്നാൽ അത്ര കുട്ടിത്തം പോലെ തോന്നിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, അതുകൊണ്ട് എടുത്തതാണ്. അല്ലാണ്ട് ഞാൻ ക്യൂട്ട്നെസ് വാരി വിതറുന്നതല്ല ഗൈസ്. ഇപ്പം അങ്ങനെ പറയരുത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഞാനിവിടെ സൈഡിൽ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുത്തതായിരുന്നു. അമ്മ അവിടെ നിന്ന് ചട്ടിടായിട്ട് കൊടുന്ന് മേലേക്ക് വെച്ച് തരും, ഞാൻ അതിരുന്ന് സ്റ്റാപ്ലർ അടിക്കും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഭയങ്കര ഡെഡിക്കേഷനായിരുന്നു, ഭയങ്കര ചട്ടിടലൊക്കെ ആയിരുന്നു. പ്രാവശ്യം സത്യത്തിൽ എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല ചട്ടിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാപ്ലർ അടിയും ലേബിൾ ഒട്ടിക്കലായിരുന്നു എൻ്റെ പണി. സ്റ്റാപ്ലർ അടിച്ചിട്ട് ഞാൻ കൊടുക്കും. അപ്പം നഴ്സും നീലും അവർക്ക് ഇഷ്ടപ്പെട്ട ലേബിളും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ലേബിളിൽ ഓൾറെഡി ഏതൊക്കെ ബുക്ക് എനിക്ക് ചട്ടിടാനുള്ളതെന്ന് അറിയാവുന്നതുകൊണ്ട് അതിൽ പേരും ക്ലാസ്സും സബ്ജക്റ്റൊക്കെ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് കീറിട്ടെടുത്ത് ഒട്ടിക്കുകയാണ് ചെയ്തത്. സാധാരണ ബുക്ക് മുട്ടിച്ചിട്ടാണ് എഴുതുക, ഇതിപ്പോൾ ഞാൻ വെറുതെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അറ്റ്ലസ് ഉണ്ടായിരുന്നു, പിന്നെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്കൂളിലെ എല്ലാ ടെക്സ്റ്റ് ബുക്കൊന്നും വന്നിട്ടില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും ഒരു ചേച്ചിയുണ്ട്, അപ്പോൾ ചേച്ചിയുടെ നിന്നാണ് ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങാറ്. പുതിയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാറില്ല. ചില ബുക്ക് ഭയങ്കര ഡാമേജ് ആയിട്ടുള്ള ബുക്കാണെങ്കിൽ മാത്രമേ ഞാൻ പുതിയത് വാങ്ങാറുള്ളൂ കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാൻ പുതിയതൊന്നും വാങ്ങാറില്ല. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാൻ പഴയ ആ ചേച്ചി ഉപയോഗിക്കുന്ന ബുക്ക്സ് തന്നെയാണ് തരാറ്. ഞങ്ങൾ സ്കൂളിൽ ചേച്ചി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് എന്താ പറയുക, ലേബിളും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ചട്ടിടുന്നതല്ല ഫോക്കസ് ആവുന്നതെന്ന് അറിയാം, അമ്മയുടെ ഫേസാണ് ഫോക്കസ് ആവുന്നത്. എന്നാലും ഇരുന്നോട്ടെ വിചാരിച്ചു. അമ്മേനെ ഇങ്ങനെ കുറേ നേരമായിട്ടും നമ്മളിങ്ങനെ ഡേ ഇൻ മൈ ലൈഫിലൊന്നും കാണിക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇരുന്നോട്ടെ, അമ്മയുടെ മുഖം തന്നെ ഫോക്കസ് ആയി ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് ഞാനത് കൊടുത്തതായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ റൂം നല്ല വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. ഈ ഇടയായിട്ട് എത്ര വൃത്തിയാക്കിയാലും 2 ദിവസം മാക്സിമം 1 ദിവസമേ ആ വൃത്തിയിൽ നിൽക്കുകയുള്ളൂ. പിന്നെ വീണ്ടും അത് അലങ്കോലാവട്ടെ, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ വൃത്തികേടായി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കൂടി വൃത്തിയാക്കി വെക്കുന്നതിന് സഹായത്തിന് നഴ്സും ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ നഴ്സിനെ മേക്കപ്പ് ചെയ്തതിൻ്റെ ബാക്കി സംഭവങ്ങളാണ് ടീ എടുക്കുന്നുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, സോ നമുക്ക് റൂമൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. ഞാൻ ഇന്നലെ നഴ്സിനെ
മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചില സമയത്താണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് മേക്കപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരുക്കി കൊടുക്കാനൊക്കെ. അപ്പോൾ ഇന്നലെ പാതരക്കായിരുന്നു നെർസിനെ മേക്കപ്പ് ചെയ്ത് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തൊക്കെ വന്നപ്പോൾ 11 മണിയൊക്കെ ആയിട്ടാണ്. അപ്പം ഞാനൊരു 8 മണിയാകുമ്പോൾ മേക്കപ്പ് തുടങ്ങി, എന്നിട്ട് 10 മണി എന്തായപ്പോൾ കഴിഞ്ഞു. വെറുതെ എനിക്ക് ഭയങ്കര ഇഷ്ടം മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ കുറേ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ ഗൈസ് ന്യൂ ഐഫോൺ അല്ല ന്യൂ ഫോൺ കേസാണ്. ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ എടുത്തത്, കണ്ട. ഇതിട്ടിട്ട് ഞാൻ ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഡ്രസ്സൊക്കെ മാറിയിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കണം എപ്പോഴെങ്കിലും. ഇന്നേക്ക് എടുക്കാൻ വയ്യാൻ മടിയാണ്. പിന്നെ അവിടെ കുറച്ച് ഡ്രസ്സ് കിടക്കുന്നുണ്ട് ഗൈസ്, അത് വീഡിയോയിൽ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് നാശമായ ഡ്രസ്സായിരുന്നു, എൻ്റെ വലിപ്പിൽ നിന്ന് കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് അവിടെ ഇട്ടത്. ഇനിയിപ്പോൾ കൊണ്ട് കളയാനുള്ളതാട്ടോ, അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഫുള്ള് അവിടെ ഇവിടെയൊക്കെ കീറിയുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ ഇട്ടിട്ട് പോയില്ല. ഡ്രസ്സ് എൻ്റെ വലിപ്പിൻ്റെ മുക്കിൽ കിടക്കണ്ടായിരുന്ന, അപ്പം ഞാനത് പുറത്തേക്ക് ഇട്ട് വെച്ചതാ. ബാക്കി ഫുൾ റൂം സെറ്റാക്കിയിട്ടുണ്ട്. ബെഡ് ഒന്ന് ചുളിഞ്ഞിരിക്കേണ്ട സാരില്ല, നമുക്കത് വൃത്തിയായിരുന്നാൽ മതി. പിന്നെ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊന്നും ഇപ്പം മാറ്റാൻ പറ്റില്ല, ഇതൊക്കെ നമ്മുടെ സ്കൂൾ ഐറ്റംസ് ആണ്. അതൊന്നും ഇപ്പം മാറ്റാനുള്ള ടൈം ആവുന്നേ ഉള്ളൂ. ഇത് 2 കത്തിക്കാനുള്ളതാട്ടോ. ആ താഴെ കുറച്ച് കിടക്കുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് കത്തിക്കാനുള്ളതാ. ഒന്ന് ഫോക്കസ് ആയാൽ കത്തിക്കാനുള്ളതായതുകൊണ്ടാണ് ഞാൻ പിന്നെ അതുപോലെ ഇട്ടിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് സെറ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെന്താ, ഞാൻ മറ്റേ ചൈനക്കാർ തലയിൽ കുത്തിവെക്കുന്ന സാധനം തലയിൽ വെച്ചേക്കുന്നത്. ഒരു എന്താ പറയുക, ഈ ഒരു പെന്നല്ല, ഈ ഒരു വടിയില്ലേ, ഇത് തലേന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാനത് അതുകൊണ്ട് മുടി കെട്ടി വെച്ചെടുക്കുമായിരുന്നു. ഓക്കെ, അത് നമ്മൾ പ്രിയങ്കയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. 10 രൂപ 20 രൂപ എന്തായിരുന്നു. അപ്പം ഞാൻ വെറുതെ കണ്ടപ്പോൾ വാങ്ങിയത്. ഞാനും വാങ്ങി, നഴ്സും വാങ്ങി. അങ്ങനെ അപ്പം ഞാൻ പിന്നെ അധികം ഇനിയിപ്പോൾ വർത്താനം പറയുന്നില്ല. അപ്പോൾ എല്ലാവരും വന്ന് തുടങ്ങും, അതുകൊണ്ട് പിന്നെ ഞാൻ പോട്ടെ കേസ്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം മറന്നു. ഞാൻ കലണ്ടറിൽ ഇങ്ങനെ ക്രോസ് ഇടാറുണ്ടായിരുന്നു, ഞാൻ മറന്നു സത്യത്തിൽ. ഈ മെയ് മാസത്തിൽ ഞാൻ ഒറ്റ ഇട്ടിട്ടില്ല. ഈശ്വര, മറന്നുട്ട്. ഈ മാസം എന്താണല്ലേ ഓൾവേസ് ബിസി. ഞാൻ അപ്പോഴായിട്ട് ശ്രദ്ധിച്ചത് ഇതൊന്നും ഇട്ടിട്ടില്ല എന്ന്. ഞാൻ ഇത്ര സ്പീഡിലല്ല ഇടാറ്, പക്ഷേ സംഭവം ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ എല്ലാം തല്ലോട്ടുണ്ടല്ലോ. ഇന്ന് 16. യെസ്. ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു 6 മണി 6:30 കഴിഞ്ഞിട്ടുണ്ട്. വിളക്കൊക്കെ ഓൾറെഡി വെച്ച് കഴിഞ്ഞു. നമ്മൾ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ്. അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് യൂണിഫോം. ഞാൻ നോർമലി എൻ്റെ മിക്ക ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അമ്മേനും ഞാൻ വെറുതെ ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ, എടുത്താണ്. അപ്പോൾ ഋതും കൂടി ഞങ്ങളുടെ കൂടെ വന്നു, ഞങ്ങൾ പോകുന്ന കണ്ടിട്ട്. പിന്നെ ഞാനും നഴ്സും നീലും ഉണ്ടായിരുന്നു, 3 പേരുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ പോയി. അച്ഛമ്മതേ ഇരിക്കുന്ന ഗൈസ് പുറത്ത്, ഒരു മുറ്റത്തൊരു മൈനിരിക്കുന്ന പോലെയാണ് അച്ഛമ്മ ഇരിക്കുന്നത് അവിടെ. ഋതു കളിക്കണോടത്തുനിന്ന് ഓടി വന്നതായിരുന്നു കേട്ടോ. അതായത് കളി കഴിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകണുണ്ടപ്പോൾ കൂടെ വന്നതായിരുന്നു ഗൈസ്. ഞാൻ മുടിക്കെട്ടൊന്നും മാറ്റിയിട്ടില്ല, എടുത്തായോണ്ട്. എൻ്റെ ഒരു പാട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം. അങ്ങനെ പാട്ടൊക്കെ പാടി നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നെർസിൻ്റെ പാൻറ്റിൻ്റെ അളവെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നെർസ് ഇപ്പോൾ ഈടെയായിട്ട് മെടഞ്ഞിട്ടാണ് കേസ് മുടിയിടാറ്. ചിലർ മുടഞ്ഞിടുക എന്ന് പറയും, ഞങ്ങളൊക്കെ മെടഞ്ഞിടുക എന്ന് പറയും, പിന്നിടുക എന്ന് പറയും. അപ്പം ഞാൻ നെർസ് മുടി മെടഞ്ഞിട്ടിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു, അവൾക്ക് ആ മുടിക്കിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നീലുവിൻ്റെ അളവെടുക്കുന്നുണ്ട്. 2 പേർക്കും സെയിം മെഷർമെൻ്റ് ആണ്. ഇനിയിപ്പോൾ എടുത്തില്ല പറഞ്ഞ് വിഷമം ഉണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തായിരുന്നു. ഒരാൾക്ക് പാൻറ്റിൻ്റെയും ഒരാൾക്ക് ടോപ്പിൻ്റെയും. പിന്നെ എൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ നടന്നെത്തുമ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അത് എടുത്തായതുകൊണ്ട് പിന്നെ ഇരുട്ടായതുകൊണ്ട് നോ സീൻ. ഇത് ക്യാമറയിൽ ഇത്രയും ഇരുട്ട് കേട്ടോ, പക്ഷേ ഇന്ന് റിയൽ ഇത്ര ഇരുട്ടുണ്ടായിരുന്നില്ല, വെളിച്ചുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഇരുട്ടായിട്ട് തോന്നുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കണ്ടിന്യൂവേഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇത് നമ്മൾ പിറ്റേ ദിവസമായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ കറക്റ്റ് ആ ദിവസം പീരിയഡ്സ് ആവും ചെയ്തു. രാവിലെ എനിക്കാണെങ്കിൽ വയറ് വേദന എടുത്തിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പോകാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല കേസ്, അതുകൊണ്ട് ഞാൻ പോവുകയും ചെയ്തു കേട്ടോ. അതാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് അവളെ മുടി ശരിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞെറിച്ചിട്ടുള്ള ഡ്രസ്സ് എൻ്റെ ആണ് കേട്ടോ. ഞാനൊന്നാൾ ആ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞെറിച്ചിട്ട ഡ്രസ്സ് വിസ്മയ ചേച്ചിയുടെ അല്ലേന്ന്. അതെ കേസ്, എൻ്റെ ഡ്രസ്സ് തന്നെയാണ്. എനിക്ക് കുറച്ച്
ടൈറ്റ് ആകുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കും. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഇടാം, യാതൊരു കുഴപ്പമില്ല. ഏകദേശം സൈസൊക്കെ ഒന്ന് തന്നെ. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞവിടെ നിൽക്കുമായിരുന്നു. എൻ്റെ റെഡി ആയി കഴിഞ്ഞു. നെർസിനാണ് ഇപ്പോഴും അവസാനം ലേറ്റ് ആവാറ്. അതാണെങ്കിൽ ഭയങ്കര മേക്കപ്പ് ചെയ്തിട്ടേ പുറത്തേക്ക് വരുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് അന്ന് തന്നെ നമ്മൾ രാത്രി മൂവി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന മൂവിയാണ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന വഴിക്ക് നൊസൂനെയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് നൊസൂനെയും കൂടെ ആയിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ന്യൂസിനെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ബ്ലൂ ഫുൾ സ്ലീവും ഒരു പാരച്യൂട്ട് പാൻസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഗ്രേ. ഗൈസ് നൊസു ഫാൻസൊക്കെ ഇതേ കണ്ടോളൂ. അവളായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടാം കേട്ടോ. വീഡിയോ ഒന്നും എടുത്ത് തുടങ്ങിയിട്ടില്ല. ഡേ ഇൻ മൈ ലൈഫൊക്കെ അവളായിട്ട് ഞാൻ ഇടാം. അപ്പം ഞാൻ കുറേ മുടിയിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ പരീക്ഷണങ്ങൾ, ഏത് ഹെയർ സ്റ്റൈൽ ഇട്ടു, ഏത് ഹെയർ സ്റ്റൈൽ കിട്ടുന്നു. ഒരു ഫൈനലി ഒരെണ്ണം ഇട്ടു കേട്ടോ. നെർസ് നീലിട്ടിട്ടുള്ളത് എൻ്റെ ടോപ്പാണ്. അവരിൽ ഡ്രസ്സ് ഇല്ലാത്ത പോലെയാണ് എൻ്റെ ഡ്രസ്സ് ഇടല് കേട്ടോ. പിന്നെ ഞാൻ കൊടുക്കും ചെയ്തു അവർക്ക്. ഓവർ സൈസ് ടീഷർട്ട് പോലെയാണ് അവരത് ഇടുക. ഞാൻ ഈ 2-3 ക്ലിപ്പ് കുറച്ച് സ്ലോ ആക്കി കൊടുക്കാൻ കാരണം എനിക്ക് പറഞ്ഞ് തീർക്കാനുള്ള ലെങ്ത്ത് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്ലോ ആക്കി കൊടുത്തത്. അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നൊസൂനായിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.